സിനിമയുടെ അകത്ത് ഏറ്റവും അധികം ഹൈലൈറ്റ് ആയിട്ട് ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പറയുന്ന ഒരു ഏരിയയാണ് ഈ അശോകൻ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻ. ഇതിൽ എടുത്തു പറയേണ്ടത് അശോകൻ ചേട്ടൻ നിൽക്കുക തന്നെ അമരത്തിനെ നിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മുഴുവൻ സ്വാതന്ത്ര്യം എടുത്തിട്ട്. ഇതില് മറ്റൊരു ആകസ്മികത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശോകൻ ചേട്ടന്റെ ചെറുപ്പകാലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുധീഷ് ഒഫീഷ്യലി മലയാള സിനിമയിലേക്ക് വരുന്നത്. അങ്ങേരുടെ ഒരു ഹാപ്പി ടൈം എൻജോയ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ആ സിനിമ മൊത്തം തോന്നിയത്. നിങ്ങൾ നമ്മളുടെ കെമിസ്ട്രികളും അല്ലെങ്കിൽ പറയുന്ന കൗണ്ടറുകളും പലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രസം പോവും. അത്രയും രസകരമായിട്ടുള്ള കൗണ്ടറുകളാണ്. അതിന്റെ മറ്റൊരു പാർട്ട് എന്താ വെച്ചാൽ നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അശോകൻ ചേട്ടനും സുധീഷ് ചേട്ടനും ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു സ്വഭാവം വെച്ച് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്ങനെ ഈ ഗിവ് ആൻഡ് ടേക്ക് സാധിക്കുന്നത്? അശോകേട്ടനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ആത്മബന്ധം ഉണ്ട്. അത് ഒന്നാമത് എൻ്റെ ആദ്യത്തെ സിനിമ അശോകേട്ടൻ ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കുന്നു. അപ്പം ഞാൻ ആദ്യം കാണുന്ന സിനിമാ നടന്മാരിൽ ഒരാളാണ് അശോകേട്ടൻ. മമ്മൂക്ക, ശോഭനയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അശോകേട്ടനും അതിന് മെയിൻ റോളാണ് ചെയ്യുന്നത് അനന്തരത്തിൽ. അപ്പം അങ്ങനെ ഒരു ആരാധനയും പിന്നെ അതേപോലെ തന്നെ അടൂർ സാറിൻ്റെ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് എന്താണെന്നറിയില്ല എപ്പോഴും ഒരു ആത്മബന്ധമുണ്ട്. അശോകേട്ടൻ എപ്പോഴും എൻ്റെ അച്ഛനെ കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ എപ്പോഴും അറിയാം, എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പുള്ള പിന്നെ ഒരു എന്താ പറയുക, അശോകേട്ടൻ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളൊരു സിനിമ വിട്ടിട്ട് നമ്മൾ പുറത്തുള്ള ടോക്ക് അല്ലാതെ ഫ്രീ ടോക്ക് അല്ലാതെ നമുക്കൊരു റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് സ്നേഹം ഫീൽ ചെയ്യും, ഒരു ഫാമിലി മെമ്പർ പോലെ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഏട്ടനും ഇതിനായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഗിവ് ആൻഡ് ടേക്ക് സംഭവിച്ചത്. പിന്നെ സെറ്റ് അങ്ങനെ ആയിരുന്നല്ലോ, അവിടെ എല്ലാവരും ബ്രദേഴ്സ് പോലെ തന്നെ, മനോജ് ചേട്ടനും ജഗദീഷേട്ടനൊക്കെ അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും നല്ല രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചാണത്. ശരിക്കും ഈ ജോപ്പന്റെ തൊഴിലായിട്ട് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ദൈവത്ത്? കാരണം അയാൾ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അയാൾക്ക് പാർട്ട് ടൈം ആയിട്ട് അയാൾക്ക് വാറ്റുന്ന പരിപാടിയുണ്ട്. അയാള് അത് ചിലപ്പോ സ്ക്രാപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണോ അത് അയാൾ എവിടത്തെങ്കിലും അടിച്ചു മാറ്റുന്നതാണോന്ന് അറിയില്ല. ആദ്യമായിട്ട് ഒരു ഭണ്ഡാരത്തിന് പൈസ ഇട്ടിട്ട് സ്വന്തം വീട്ടിലൊരു ഭണ്ഡാരം വെച്ചിരിക്കുക അയാള്. അതിനെ ഭയങ്കര ഭക്തിപൂർവ്വം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് അത്യാവശ്യം തെങ്ങേറ്റ അറിയാം, അത്യാവശ്യം കുറെ കാര്യങ്ങൾ അറിയാം. എന്താ ശരിക്കും ക്യാരക്ടറിനെ പറ്റി, ക്യാരക്ടർ ഡിസൈൻ എന്നുള്ള രീതിയിൽ ജോപ്പൻ എന്താന്നാ പറഞ്ഞു തന്നിട്ട്? അല്ല, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് എന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്. ഡോക്ടറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേറെ നോക്കുന്നത് എന്താണ്, മറ്റേ വാറ്റ് തിളച്ചിട്ടുണ്ടോ നോക്കുന്നത്. അപ്പൊ ചിരിയുണ്ട്. അത് കൂടാതെ തൊട്ട മുമ്പത്തെ ഒരു സീക്രട്ട് ആള്, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, സാധ്യത ഐഡിയ ആണല്ലോ പരിപാടി. എനിക്ക് തോന്നുന്നു അയാൾ ഡോക്ടറാണോ സംശയമുണ്ട്, ഒറിജിനൽ ഡോക്ടറാണോ സംശയമുണ്ട്. അങ്ങനൊക്കെ ഒരു എന്താ പറയുക, ഞാനും ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത്. പടത്തിൽ തന്നെ ആ വീടിന്റെ സീൻസ് കാണിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് കാര്യങ്ങൾക്കാണ്. നമ്മളെ ബേക്കറിയിലുള്ള മറ്റേ പിന്നെ കണ്ണാടി ഫ്രിഡ്ജാണ് നമ്മൾ ഡ്രസ്സ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനകത്ത് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നമ്മുടെ അലമാര എന്ന് പറയുന്നത് അതാണ്. ബേക്കറി കോൾഡ് സ്റ്റോറേജിന്റെ ആ ഫ്രിഡ്ജ് ഇല്ലേ, അതാണ് നമ്മുടെ അലമാരയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐഡിയാസ് ഉള്ള ആളാ ജോപ്പൻ. ചില്ലറക്കാരനല്ല, ഒരു എന്താ പറയാ ക്രിയേറ്ററും കൂടിയാണ് പുള്ളി. ഇതില് ആ കോസ്റ്റ്യൂംസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് മൊത്തം അയാളുടെ ആ സെലിബ്രേഷൻ കൂടെ അയാളുടെ ഷർട്ടിൽ കാണാം ഈ കളങ്കളം അബ്സ്ട്രാക്ട് ഡിസൈൻ ഷോർട്സ്. അതൊക്കെ അടിച്ചു മാറ്റിയല്ലേ, ഇത് എവിടുന്ന കിട്ടുന്ന അറിയില്ലല്ലോ ഷർട്ടൊക്കെ. അപ്പൊ ഉള്ളതൊക്കെ അയാൾക്ക് യോജിച്ച ഷർട്ടൊന്നും ഇടുക എന്നുള്ളതല്ല, നല്ല കളർഫുൾ സാധനം കണ്ട അടിച്ചു മാറ്റുക. അതൊന്നും കാണിക്കുന്നില്ല പടത്തില്. അതായിരിക്കും പുള്ളിയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിച്ച് മനസ്സിലായി. മാത്രമല്ല അൺസൈസ് ആയിരിക്കും പലപ്പോഴും ഷർട്ടൊക്കെ. അങ്ങനെയുണ്ട് ചിലതൊക്കെ. സൈസ് നോക്കിയിട്ട് കടയിൽ പോയി വാങ്ങുന്ന ആളല്ലല്ലോ. ആ സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത കൗണ്ടറുകൾ പറയുന്നുണ്ട് ജോപ്പൻ. എനിക്ക് ഇടയ്ക്കൊക്കെ പണ്ട് ശ്രീനിവാസൻ സിനിമകളിലെ ചില കഥാപാത്രങ്ങളെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അത്രയധികം തണുപ്പത്ത് നിൽക്കുമ്പോ ഒരാൾ എണ്ണ വെച്ചിട്ട് പറയണം, എന്താ എണ്ണ വെച്ചിട്ട് ഒന്ന് കുടിക്കാറിങ്ങിയതാ. അതിനേക്കാളും കൗണ്ടർ എന്ന് വെച്ചാൽ ഷോർട്ടിൽ വേറെ പ്രത്യേകത ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്വെറ്റർ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നുണ്ടല്ലോ, എന്താ ഒന്ന് കുളിക്കാറിങ്ങിയത്, ഭയങ്കര ചൂടേ. അപ്പൊ മറ്റേ സ്വെറ്റർ ഇട്ട് രണ്ടുപേരും തുടങ്ങിയിട്ട് ആ ഷോട്ടിന്റെ പ്രത്യേകതയാണ്. നമ്മളെ പെർഫോമൻസിന് മാത്രമല്ല, അവിടെ ആൾക്കാർ ചിരിച്ചു ആ ഷോട്ട് അവരങ്ങോട്ടും നോക്കുന്നുണ്ട്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്വെറ്റർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന രണ്ട് പ്രായമുള്ള ആൾക്കാർ. അവർ അത്രയധികം പ്രശ്നത്തിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോ നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതെ 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 അതെ, ഹ്യൂമർ അത് മറ്റേ ഇതിന്റെ അറിയാലോ. അതെ അതെ, എന്താണ് ആ പ്രശ്നം, ആ ഡയലോഗിന്റെ ഒരു പ്രത്യേകത അറിയാലോ. മറ്റേ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ.
അതേപോലെ ചെയ്യാനിട്ടാ ആ, 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 അതുപോലെ കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റേഷൻ ആവും. പിന്നെ ജോപ്പൻ അങ്ങനെ ചെയ്യില്ലല്ലോ. ആ, ആ. ജോപ്പൻ അങ്ങനെ സിനിമയെ കണ്ട് അങ്ങനെ വാച്ച് ചെയ്ത് പറയുന്ന ഒരാളൊന്നും അല്ല. അയാൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശിച്ചത് മറ്റേ സംഭവമാണ്. മനസ്സിലാക്കലല്ലേ. ഇപ്പൊ സിനിമാ സർക്കിളുകളിൽ അറിയുന്ന ആളുകൾക്ക് അറിയാം സുധീഷ് ചേട്ടൻ എപ്പോഴും ഒരു മാന്യനായ മനുഷ്യനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സൽപ്പേരുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒട്ടും ആ പേരിന് യോജിക്കാത്ത പ്രവർത്തികളൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്താക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഒരു കടയിൽ പോയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഒരു യാത്രയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അതിനെ വേറൊരു സാധ്യതയായിട്ട് മനസ്സിലാക്കിയിട്ട് അയാൾ വേറെ ചില പാനീയങ്ങളൊക്കെ കൊണ്ടുവരിക. എനിക്ക് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. ഇത്രയും അലമ്പുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ, അതോ ഇത് ഇമാജിനേഷൻ ആയിരുന്നോ? ഉടനീളമൊന്നും കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഒരാളായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ കല്യാണ വീടുകളിൽ പോകുമ്പോൾ ചില ആൾക്കാരുണ്ട്, പ്രത്യേക തരം ആൾക്കാരുണ്ട്. അപ്പൊ അയാളുടെ ആ ആറ്റിറ്റ്യൂഡ് ആ സമയത്ത് നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരാളായിരിക്കാം ജോപ്പൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഉടനീളം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ബാക്കി ഇദ്ദേഹം പറഞ്ഞിരുന്നതും പിന്നെ നമുക്ക് എന്തോ ആ ഒരു സാധനം കൊണ്ട് കയറേ ഉള്ളിലേക്ക്, അത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ ഇയാളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഈ സ്ലാങ് എങ്ങനെ പിടിച്ചു? സ്ലാങ് പുള്ളി പറഞ്ഞു തന്നെയാണ്, നമ്മുടെ ദേവത്ത് പറഞ്ഞു തന്നെ മാക്സിമം പിടിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. മറ്റേ പെരുമ്പാവൂർ സ്ലാങ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടും. വന്നായിരുന്നോ പോയായിരുന്നോ, എന്നെടാവേ എന്ന് പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, എന്നെടാവേ. അങ്ങനെയുള്ള കുറെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിട്ട്. ഈ സ്ലാങ് എപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ ഇതിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ക്യാരക്ടേഴ്സ് അങ്ങനെ ക്യാരക്ടേഴ്സ് വരുമ്പോഴേ ഡിഫറെന്റ് സ്ലാങ് ഉള്ള പയ്യന്നൊരു ഭാഷ, മറ്റേ ഇത് കണ്ടല്ലേ സുരേഷിന്റെ കംപ്ലീറ്റ് പിടിച്ചിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ മാക്സിമം പിടിച്ചിട്ടുണ്ട്. തീവണ്ടിയിലെ കഥാപാത്രത്തിന്റെ ചെറിയൊരു ഐറ്റം ഇത് വരും, കാരണം ബാക്കിയുള്ള കാര്യത്തിൽ ശ്രദ്ധയില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരലസൻ മദ്യപിച്ച് കിടക്കുന്ന ഒരാള്, കള്ളൻ അല്ല എന്നുള്ളൂ തീവണ്ടി. ചെറിയൊരു ഡൈവേർഷൻ ഉണ്ട്, ലൈറ്റ് ആയിട്ട്. അതിന്റെ ഒരു ഡെറിവേഷൻ ചെറിയൊരു ഈസൂസു ഹൃദയാരിയെ പ്രണയത്തെ ലുക്കും ആളുകൾ എടുത്തു പറയും, ഒട്ടും മനസ്സിലാവാതിരിക്കും. സിനിമ അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഉഗ്രം ക്യാരക്ടർ ആയിരുന്നു അത്. നല്ലൊരു, ഞാൻ ഭയങ്കര എന്താ പറയാ സന്തോഷത്തോടെ, ജനങ്ങൾ എടുക്കാത്തൊരു ചെറിയ വിഷമം മാത്രമുള്ള ആ സിനിമ. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രം, കാരണം നാടകക്കാരനാണ്. അത് എൻ്റെ അച്ഛൻ്റെ പല മാനറിസങ്ങളും എനിക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ കൊച്ചിയിലുള്ളവർക്കും അല്ലെങ്കിൽ മലയാള സിനിമ അറിയുന്നവർക്കും ഒക്കെ ഈ സുധാകരൻ നായർ എന്ന് പറയുന്ന ആള് സുധീഷന്റെ അച്ഛനാണെന്ന് അറിയുള്ളൂ. പക്ഷെ കോഴിക്കോട് നാടക സർക്കിളുകളില് സുധാകരൻ നായരുടെ മകനാണ് സുധീഷ്. തീർച്ചയായിട്ടും അതെ അതെ, അത്ര ഒരു വലിപ്പമുണ്ട് അദ്ദേഹം. അല്ല, ആ കഥാപാത്രത്തിന്റെ പേരും സുധാകരൻ നായരെന്നായിരുന്നു. അതൊക്കെയാണ് എന്റെ. അപ്പൊ തന്നെ നമുക്ക് കീറിയല്ലോ സാധനം, ആവേശം. പിന്നെ അച്ഛന്റെ ഒരു സ്വഭാവം, നാടകക്കാരന്റെ ഒരു ഇതുണ്ട്. വീട്ടിലൊക്കെ ആണെങ്കിൽ പുള്ളി പെർഫോമൻസ് ആയിരിക്കും പലപ്പോഴും. എപ്പോഴും നാടകം ഉള്ളിൽ അഭിനയിക്കുന്നുള്ള ത്വരയുള്ള ഒരാളാണല്ലോ. അപ്പൊ അത് എന്താ പറയാ, അത് അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. പൊതുവാളുടെ പക്ഷെ ജനങ്ങളിലേക്ക് എത്തിയില്ല. ഒരു ചെറിയൊരു എന്താ പറയാ എക്സ്പെരിമെന്റൽ പരിപാടി ആയി പോയല്ലോ, അതാണ്. ഈ അച്ഛന്റെ ചോയ്സ് ഓഫ് സിനിമകളും അച്ഛൻ ചെയ്തു വെച്ചിട്ടുള്ള ഫിലിമോഗ്രഫിയും ഭയങ്കര അടിപൊളിയാ, ഭയങ്കര ലെജൻഡറി എന്നൊക്കെ പറയണ. സദേയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നാടകങ്ങളായാലും ശരി, എത്രയോ വേദികളുടെ ബെസ്റ്റ് ആക്ടർ, എത്രയോ നാടകോത്സവങ്ങളുടെ പ്രധാനപ്പെട്ട ആള്. ഈ 2016 അദ്ദേഹം ലോകത്തെ വിട്ടു പോകുന്നതാണ് എൻ്റെ അറിവ്. ഈ ഇപ്പൊ സുധീഷ് ചേട്ടന് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ഒരു ഏത് ക്യാരക്ടറിലേക്കും ഏത് ഭൂമികയിലേക്കും ഏത് സംസ്കാരത്തിലേക്കും സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുധീഷ് ചേട്ടൻ. ഇങ്ങനെ സുധീഷ് ചേട്ടൻ അദ്ദേഹം കാണണമായിരുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അയ്യോ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും വലിയ വിഷമം അതായിരുന്നല്ലോ. അത് അച്ഛൻ ഉണ്ടായിരുന്നില്ല കാണാനെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ശരിക്കും ഡിഫറെന്റ് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്യുന്നുള്ള അച്ഛൻ അറിയുമല്ലോ ഉണ്ടായിരുന്നെങ്കിലും. ഓരോ നിമിത്തം യോഗങ്ങളാണ്, നോക്കിയിട്ട് കാര്യമില്ല. ജഗദീഷ് ചേട്ടന് സമ്മാനമായിട്ടൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വൈഫ് പോയതിനു ശേഷമാണല്ലോ അദ്ദേഹത്തിന് ഇത്രയധികം വെറൈറ്റി വരാൻ തുടങ്ങിയത്. ഈ ജഗദീഷ് ചേട്ടന്റെ പുതിയൊരു വേർഷൻ കാണാൻ മാം ഇല്ല എന്നുള്ളൊരു കാര്യം എന്നോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടെ എല്ലാവരും വൈഫും മക്കളും അമ്മയൊക്കെ ഫുൾ സപ്പോർട്ടിങ് ആണ് എപ്പോഴും. ഭാര്യ നല്ലൊരു വിമർശകയാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവിടെ വലിച്ചു കയറും, ചെറിയ ചെറിയ തെറ്റുകളെ കണ്ടുപിടിച്ചിട്ട് ഭയങ്കരമായിട്ട്. കോളേജ് കാലഘട്ടത്തെ പുഷ്കരകാലം അഭിനയിച്ചോണ്ടിരുന്നപ്പോ എന്തായാലും വിമർശനമായിട്ട് പറഞ്ഞിരുന്നത്? അന്നങ്ങനെ വിമർശിക്കാറില്ല. അന്നല്ല, കല്യാണത്തിന് മുമ്പല്ല അത്. അതിപ്പോ അതൊക്കെ അന്ന് കണ്ടു കഴിഞ്ഞ സംഭവങ്ങളാ.
ഇപ്പൊ ഈ ക്യാരക്ടർ റോളിലേക്കൊക്കെ വന്നപ്പോഴാണ് അതാരായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആ സമയത്ത്. ഓ അപ്പൊ നല്ല നല്ല പെർസ്പെക്റ്റീവ് ഉള്ള ആളാ. അതാരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ അതിപ്പോഴും പറയുമ്പോൾ ആധാരം തന്നെ പറയാൻ സാധ്യതയുണ്ട് മിക്കവാറും. പിന്നെ ഈ പറഞ്ഞ ഈ അടുത്ത കാലത്തൊക്കെയാണ് കൂടുതലായിട്ടും ഇപ്പൊ തീവണ്ടിക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. അതാണെങ്കിൽ കുറച്ച് അവസരങ്ങൾ കിട്ടി. റിപ്പീറ്റേഷൻ ഉണ്ടെന്നൊക്കെ വന്ന് പറയും. ഏത് അഭിനയ കഥാപാത്രത്തിൽ ഒരു ആവർത്തന രസത ഉണ്ടെന്നൊക്കെ വന്നാൽ വൈഫ് അതുപോലെ തന്നെ വന്ന് പറയും. പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വിമർശനം പല രീതിയിലും ഒക്കെ പറയാം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കണ്ടുവരുന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ ഞാൻ പറിച്ചതായിട്ട് വേറെ കഥാപാത്രം ചെയ്യുമ്പോൾ അതിൽ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നാം അവർക്ക്. കാരണം ഞാനല്ലാണ്ടാണല്ലോ ചെയ്യുന്നത് അവിടെ. അപ്പൊ അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഉൾക്കൊള്ളാൻ റെഡിയല്ല. അങ്ങനെയാണെങ്കിൽ തർക്കിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ചിലതൊക്കെ ഞാൻ മനസ്സിലാക്കും. അച്ഛനും ഈ പറഞ്ഞ പോലെ പണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക ചെയ്യാറ്. എന്നാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതിന്റെ മുഖത്തിന്റെ വെക്കുന്ന രീതിയും പിരികം വെക്കുന്ന രീതിയും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയുള്ള പല കറക്ഷൻ ചെറിയ രീതി അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എല്ലാ സിനിമകളിലും ചിലപ്പോൾ ഒരുപോലെ ആവുന്ന ചില പരിപാടികളുണ്ട്, അതൊന്ന് മാറ്റണം അങ്ങനെയൊക്കെ പറയും ചെറിയ രീതിയിൽ. വലിയ കറക്ഷൻസ് ഒന്നും പറയില്ല കേട്ടോ. ഈ വിളിച്ച ആളുകൾ എന്നെ കണ്ടിന്യൂസ്ലി വിളിക്കാനുള്ള കാരണം എന്താന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടോ? അതായത് എല്ലാരും ഇങ്ങനെ വിളിക്കാറൊന്നുമില്ല. വിനിയുടെ സ്ക്രിപ്റ്റിൽ എല്ലാ പടങ്ങളും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പൊതുവാട് എല്ലാ പടങ്ങളിലും ആദ്യം വിളിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഇത് അത് ആത്മബന്ധം എളുപ്പമാവണാണോ? അങ്ങനെ ആയിരിക്കും. ആത്മബന്ധം ഉണ്ടാവും തീർച്ചയായിട്ടും, അതുണ്ടാവും. പിന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ കഥാപാത്രമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്നുള്ള തോന്നല സംവിധാനം ഉള്ളത് കൊണ്ടായിരിക്കും. അതല്ലാതെ ഫാസിൽ സാറ് വിളിക്കാറുണ്ടല്ലോ, സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ഇതാണ്. തീർച്ചയായിട്ടും ക്യാരക്ടർ വേഷങ്ങൾ എന്നിവർ പോലെയുള്ള പെർഫോമൻസ് ഫുള്ളി റിലേ ചെയ്യുന്ന വേഷങ്ങൾ അതൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഇനിയും ജോപ്പനെ പോലെയുള്ള ആടിത്തിമർക്കുന്ന സുധീഷേട്ടനെ കൂടി കാണാൻ സാധിക്കട്ടെ. സന്തോഷം. നേരത്തെ ഒരുപാട് നന്ദി. താങ്ക് യു.